ഹലോ കൂട്ടുകാരെ, അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ വീട്ടിൽ ചെറിയൊരു അത്ഭുതം നടന്നേക്കാണ്. എന്താണെന്നറിയണ്ടേ? കുറെ നാളുകൾക്ക് ശേഷം സംഗതി എന്താണെന്ന് വെച്ചാല് ഡോറ താണ്ട് അടുക്കളയിൽ കയറി. ഹെൽപ്പറായിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രിൻസിയാണ്. പ്രിൻസ് ആണെങ്കിൽ ഇപ്പൊ കൊച്ചിനെ നോക്കി അപ്പുറത്തിരുന്ന് കളിപ്പിച്ചോണ്ടിരിക്കുക. അല്ലെ പ്രിൻസും കൂടെ വന്നിരിക്കും. പ്രിൻസ് ആണ് മെയിൻ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഡോറ അങ്ങനെ അടുക്കളയിൽ കയറി. ഗുഡ് മോർണിംഗ്. എന്തോ ഡോറ വയ്ക്കുന്നേ? ഇന്നേ നമുക്ക് സൺഡേ അല്ലേ, അപ്പൊ നമുക്ക് ഇച്ചിരി വെറൈറ്റി പിടിക്കാന്ന് വെച്ചു. ആരും ഉണ്ടാക്കാത്ത എന്തോന്ന്? പൂരി മസാല. ഞങ്ങള് ഇന്ന് രാവിലെ ആണെങ്കിൽ ഞാനാണെങ്കിൽ മറ്റേ എന്നായിരുന്നു വെച്ചാ ചീനി മസാല ഉണ്ടാക്കാന്ന് വിചാരിച്ചേ. അപ്പൊ അത്രയും ചീനി ഇല്ല, ശകലം ഉള്ളതായിരിക്കുന്ന കുറച്ചൊക്കെ കവിഞ്ഞു പോയി. അതല്ല വേറെ ഉണ്ട്, ഞാൻ എടുത്തില്ല. അപ്പൊ ഞങ്ങൾ അതുകൊണ്ട് പിന്നെ വിചാരിച്ചാ പിന്നെ കിഴങ്ങ് മേടിക്കാം. അപ്പൊ ഇച്ചാന്റെ ഒരു ഐഡിയ, ഗോതമ്പ് മാവ് ഇരിക്കുന്നു, നമുക്ക് ഭൂരി ഉണ്ടാക്കാടി. എപ്പോഴും ദോശ അല്ലെ പുട്ട്, ഇതാണ് മുട്ടയില്ലാത്ത മുട്ടക്കറി. ഇവിടെ ഇതൊക്കെയാണ് ഇടയ്ക്ക് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. അങ്ങനെ വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കാറില്ല. എളുപ്പത്തിൽ എന്താണോ ഉണ്ടാക്കുന്നത് അതാ. ഇപ്പൊ കുറെ നാളോട് ദോശയായിരുന്നു ഉണ്ടാക്കുന്നത്. പ്രിൻസിയെ, ദോശ കഴിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? പറ. കുഴപ്പമില്ലായിരുന്നു, മടുത്തായിരുന്നല്ലേ? എന്നുവെച്ചാ എനിക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ദോശയാണ്. രാവിലെ ഇന്നലെ പിള്ളേർക്ക് ഇഷ്ടപ്പെട്ട് കാണിക്ക്. ഇന്നലെ വല്യമ്മ എന്താ ഉണ്ടാക്കി തന്നെ? മുട്ടക്കറിയും. അവള് അപ്പത്തിന്, ഞങ്ങളവിടെ അപ്പത്തിന് പുള്ളിക്കാരത്തി പതിവില്ലാതെ 4 ദോശയും 2 ബ്രെഡും കഴിച്ചിട്ട് എന്നോട് പറയാം, വല്യമ്മ നാളെ ഈ കറി ഉണ്ടാക്കി കേട്ടോ. അപ്പോ അത് എനിക്ക് വെറൈറ്റി ആയിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല. അതുപോലെ പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കണ്ടേ. അപ്പം മാവിരിപ്പോട്ടായിരിക്കും പെട്ടെന്ന് എടുത്ത് കുഴച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഇതാക്കിയിട്ട് ഒരു പുട്ടങ്ങ് ഉണ്ടാക്കും. അതാണ് ചില കറികളുടെ ടേസ്റ്റ് എനിക്ക് മോക്കും പിടിക്കത്തില്ല. ഇച്ചാൻ ഉണ്ടാക്കുന്ന ചില എനിക്കും മോക്കും കേട്ടോ. മോൻ പിന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്യും. ഞങ്ങൾ കഴിക്കും, പക്ഷെ അങ്ങനെ കഴിക്കത്തില്ല. ഹെൽമെറ്റ് വേണോ? പണ്ട് ഞാൻ ഹെൽമെറ്റ് ഇട്ട് സവാള അരിഞ്ഞിട്ടുണ്ട്. സവാളയല്ല, കൊച്ചുള്ളി. എനിക്ക് സവാള അരിയുമ്പോ എത്ര ഏരിയില്ല. ഷോർട്സ് എനിക്ക് തല വരെ കറങ്ങുന്ന രീതിയിൽ സവാള കണ്ടുപിടിച്ച കൊച്ചുള്ളി തൊലിച്ച സമയത്ത് എനിക്ക് ഇതുപോലെയാണെങ്കിൽ ഭയങ്കരമായിട്ട് കണ്ണെരിഞ്ഞിട്ട് ഹെൽമെറ്റ് ഇട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പൊ ഡോറയാണെങ്കിൽ കിഴങ്ങിന്റെ ഇത് നമ്മള് മസാലയുടെ പരിപാടി നോക്കുകയാണ്. ഇനി ഞാൻ പോയിട്ട് ഇനി ഭൂരിക്കുള്ള മാവ് ഇനി കുഴയ്ക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പൊ നമുക്ക് ഭൂരിമാവ് കുഴച്ചതിന് ശേഷം കാണാവേ. അങ്ങനെ മാവൊക്കെ കുഴച്ച് തീർന്ന് നമ്മുടെ ഡോറയാണെങ്കിൽ നമ്മുടെ എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഇങ്ങനെ വെക്കുന്ന എല്ലാം ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം ഇങ്ങനെ കുക്കിങ്. കിഴങ്ങ്, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, പിന്നെ ഉപ്പ്, ഗരം മസാല, ഇതിന് കുക്കുറിച്ചോയോ, കടുക്, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, എണ്ണ. കുരുമുളക് പൊടി മാത്രമല്ല, അതിനകത്ത് ചിക്കൻ മസാലയുടെ പാക്കറ്റ് ഇരിപ്പുണ്ട്. പക്ഷെ ഇതിന് വേണ്ട. പിന്നെ അടുപ്പിൽ പാൻ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്, എണ്ണ ഒഴിക്കുന്ന. ഞാൻ അപ്പോഴത്തേക്ക് ഇവിടെ ആണെങ്കിൽ മാവാണെങ്കിൽ കുഴച്ച് വെച്ച് പിന്നെ ഉരുണ്ടയും പിടിച്ച് വെച്ചിട്ടുണ്ട്. ഈ സൈഡിൽ ഞാൻ എന്താ പറയാ, ഉണ്ട പിടിച്ച് ഇയാൾക്ക് സൗകര്യം കേട്ടാ മതിയടേ. അപ്പൊ അങ്ങനെ ഞങ്ങളുടെ പാചകം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കടുകിടാം. അയ്യോ, എണ്ണ ചൂടായില്ല, സോറി, തെറ്റിദ്ധരിച്ച്. ഒരു അടപ്പൊരിച്ച മൂടി വെക്കാന കടുക് തെറിക്കും. ഞാൻ മൂടി വെക്കും. എന്തിന്? കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാൻ ഞാൻ കണ്ടുപിടിച്ച ഐഡിയ. അപ്പൊ ഇനി നമുക്ക് ഭൂരി പരത്തിയതിനു ശേഷം കാണാവേ. മറ്റേര് അപ്പൊ അതാ ഇച്ച എന്താ ഭൂരി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭൂരി പരത്തുന്ന തടി കാണാനില്ല. അയ്യോ. അപ്പൊ അതുകൊണ്ടാണെങ്കിൽ മോന്റെ വാട്ടർ ബോട്ടിൽ എടുക്കുന്നത്. ഞങ്ങളാണെങ്കിൽ വീട്ടിലാകുമ്പോൾ ഒന്നെങ്കിൽ ഗ്ലാസിന്റെ കുപ്പി ഗ്ലാസ് അല്ലെങ്കിൽ ബിയർ ബോട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങള്. പണ്ടൊക്കെ നമ്മളും അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ, തടി ഉണ്ടായിരുന്നല്ലോ. അത് ഞങ്ങൾ കൊറേ നോക്കി, ഗൈസ് കാണുന്നില്ല. അമ്മ വന്നപ്പോഴാണെങ്കിൽ എല്ലാം ഒതുക്കിയിരുന്നു. അമ്മ വന്നപ്പോഴത്തേക്ക് ഞാനെല്ലാം കൊളാക്കിട്ടേക്കും. ഞങ്ങളുടെ അടുക്കള കണ്ടില്ല, കണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിൽ ഭൂരി പരത്തിയെടുത്തത്. കാണിക്കിങ്ങോട്ട് കാണിക്കാതെ തന്നെ പോകുന്നത്. അപ്പൊ ഞാൻ കറിയുടെ ബാക്കി നോക്കട്ടെ. അപ്പൊ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ പരിപാടി ഏകദേശം കഴിഞ്ഞിരിക്കും. ഗബ്രൂട്ടൻ വന്ന അടുക്കളയില്, ഗബ്രൂട്ടൻ അടുക്കളയിലേക്ക് വന്ന്
നമ്മുടെ പരിപാടി ഏകദേശം ഒക്കെ അവസാനിച്ചിരിക്കുകയാണ്. കറി റെഡിയായി, കറി റെഡി ആയിട്ടുണ്ട്. പ്രിൻസി ആണെങ്കിൽ കഴിച്ചിട്ട് നിൽക്കുകയാണ്. വേണ്ടേ കറി റെഡിയായി, നല്ല പൂരി മസാല കറി. ഇനി പൂരി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്, പരത്തിക്കൊണ്ടിരിക്കുക. ഞാൻ എന്താ കഴിക്കാനായിട്ട് എടുത്തു. ഓരോരുത്തർ പെട്ടെന്ന് കഴിച്ചു മാറാൻ വിചാരിച്ചു. മോനെ പിടിക്കാൻ ആരെങ്കിലും വേണം, അതുകൊണ്ട് ഞാൻ കഴിക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് മോള് കഴിച്ചു. ഇനി മോൻ പല്ല് കഴിക്കാൻ പോയി. മോനെ എത്ര നേരം പിടിച്ചോണ്ടിരുന്നു, അപ്പോൾ അതുകൊണ്ട് മോള് കഴിച്ചു. ഞാൻ എൻ്റെ അടുക്കളയിലായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ കഴിച്ചിട്ട് ഡോറയും കൂടെ കഴിക്കും. കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഏകദേശം എൻ്റെ കഴിച്ച് പിന്നെ ചോറ് വെളിയിൽ വെന്തോണ്ടിരിക്കുന്നു. പിന്നെ മീനൊന്ന് വെട്ടണം, മെഴുക്കുരട്ടിയും വെക്കണം. അത് കഴിയുമ്പോഴത്തെ അടുക്കളയിൽ ഏകദേശം പരിപാടിയൊക്കെ കഴിയും. അപ്പൊ ഭൂരി പരിപാടി നമ്മുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കാണെങ്കിൽ ലഞ്ചിന്റെ കാര്യങ്ങൾ ഇത് ചെയ്യണം. ഗബ്രൂട്ടനെ അങ്ങ് നോക്കുവാണ്, അങ്ങ് എന്തുവാ ഉറക്കം എഴുന്നേറ്റ് വന്ന കേട്ടോ, അതിന്റെ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകുമ്പം കാണാം. അപ്പോൾ നിങ്ങൾ നമ്മുടെ കുക്കിംഗ് വീഡിയോ ഒക്കെ കണ്ടല്ലോ. അത് എടുത്തത് ഞങ്ങള് ഞായറാഴ്ച പറയുന്നുണ്ട്, പക്ഷെ അതിനുശേഷം പെട്ടെന്ന് എനിക്ക് ബുദ്ധിമുട്ട് വന്നു. തലകർക്കം, ഛർദിക്കാൻ വേണ്ടി കിടക്കണം. എനിക്ക് കിടന്നൊന്നും മയങ്ങി കഴിയുമ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് മാറും. എന്താ അന്നേരത്തേനും പിന്നെ എടുക്കാൻ പറ്റിയില്ല. ലഞ്ചിന്റെ ഒക്കെ എടുക്കണം, നമ്മൾ അതിനകത്ത് പറയുന്നുണ്ട് ലഞ്ചിന്റെ ഒക്കെ എടുക്കണം. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഗബ്രൂട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമായിരുന്നു. ഗബ്രൂട്ടന് 2-3 ദിവസമായിട്ട് ലൂസ് മോഷൻ ആയിരുന്നു. എന്താ കാര്യം അറിയത്തില്ല. നമ്മളെന്നാ പ്രത്യേകിച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡൊന്നും കൊടുത്തില്ല. നമ്മൾ സാധാരണ കൊടുക്കുന്ന തന്നെ കൊടുത്തു. പക്ഷെ എന്നിട്ട് എന്താ അറിയത്തില്ല, മോന് 2-3 ദിവസമായിട്ട് ലൂസ് മോഷൻ ആയിരുന്നു. പിന്നെ ഡോറയ്ക്കും വയ്യാതൊക്കെ ആയപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡൊന്നും കിട്ടിയില്ല. പിന്നെ അതിനുള്ള സമയം ചൊവ്വാഴ്ച ആയിരിക്കും കേട്ടോ. അപ്പം ഇന്നലെ തിങ്കളാഴ്ച എന്നെയും കൊണ്ട് രാവിലെ ഗബ്രൂട്ടിനെയും കൊണ്ട് ആശുപത്രിയിൽ പോയി, വൈകിട്ട് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. എനിക്ക് മരുന്നൊക്കെ തന്നു. ബ്ലഡ് ടെസ്റ്റ് 3 തന്നല്ലേ? ബ്ലഡ് ടെസ്റ്റ്, RA ഫാക്ടർ, ESR, അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാണ്ട്. എന്റെ കുഞ്ഞിന് ഉറക്കം വരുന്നുണ്ടോ ചക്കര? പിന്നെ ഗുളികയൊക്കെ തന്നു. ഇനി ഒരു 10-12 ദിവസം കഴിയുമ്പോ ചെന്ന് വിവരം പറയണം. എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല്, ദേഷ്യമല്ല സത്യത്തിൽ ഉണ്ടാവുന്നത്, ഒരുമാതിരി ഒരു വല്ലാത്ത ഫീലിങ്സ് വരുന്നുണ്ട് ചില കമന്റ് കാണുമ്പോൾ. ഞാൻ ഒരു കാര്യം പറയാം, ഡോറയുടെ ഈ അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത് ജന്മന അല്ല കേട്ടോ. ഒരു 6 വയസ്സ് വരെയൊക്കെ നമ്മളെ പോലുള്ള ഒരു വ്യക്തി തന്നെ ആയിരുന്നു. 6 വയസ്സ് നോർമൽ വെയിറ്റും കാര്യങ്ങളും, പ്രഗ്നൻസിയിലും അമ്മ പ്രഗ്നന്റ് ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു, എല്ലാം നോർമലായിരുന്നു. 6 വയസ്സിന് ശേഷമാണ് ഡോറയ്ക്ക് ബുദ്ധിമുട്ട് സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷമാണ് ഡോറയുടെ വളർച്ചയൊക്കെ മുരടിച്ചതും അസ്ഥിക്ക് ഇങ്ങനെ വന്നത്. അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ, അതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഒക്കെ 6 വയസ്സിലാണ് ഈ റുമറ്റോയിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്ന് അറിയത്തില്ലായിരുന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ട് വളർച്ചയും ബാധിച്ച് നീർക്കെട്ടും കാര്യങ്ങളൊക്കെ വന്ന് അങ്ങനെയാണ് ഈ പ്രശ്നം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഈ റുമറ്റോയിഡ് സ്റ്റാർട്ട് ആയതിനു ശേഷം പിന്നെ ഈ അസ്ഥിക്കൊക്കെ നീർക്കെട്ടും കാര്യങ്ങളും വരുന്നതും അതിനുശേഷമാണ് അസുഖം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നോർമലായിരുന്നു, ഒരു പ്രശ്നം ഇല്ലായിരുന്നു, ഒരു കുഴപ്പമില്ലാത്തൊരു വ്യക്തി തന്നെയായിരുന്നു. ചിലരുടെ ചോദ്യങ്ങളുണ്ട്, നമ്മുടെ കുഞ്ഞിനും ഡോറയുടെ അസുഖം വരുമോ, കുഞ്ഞിനെ നോക്കണേ, കുഞ്ഞും ഡോറയെ പോലെ ആയി പോവോ എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്ക് കുഞ്ഞുങ്ങൾ എങ്ങനെ ആയാലും നമുക്കത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ, അത് ഏത് രീതിയിലാണെങ്കിലും. അതിപ്പം ഡോറയെ പോലെ അല്ല, വേറൊരു നോർമലായിട്ടുള്ളൊരു പെൺകുട്ടിക്കാണ് ജനിക്കുന്ന കുട്ടി ഒരു ഇതാവുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതും അംഗീകരിച്ചാലേ പറ്റുള്ളൂ. ഇപ്പം എത്രയോ നോർമലായിട്ടുള്ള ആൾക്കാർക്ക് ഓട്ടിസം ബാധിച്ച കുട്ടികൾ ജനിക്കുന്നു. അതുപോലെ തന്നെ ഈ കുറ്റങ്ങളും കുറവുകളും ഉള്ള കുറ്റങ്ങളും കുറവുകളെന്ന് വെച്ചാൽ ഈ അംഗപരിമിതരായിട്ടുള്ള കുട്ടികൾ എത്രയോ പേർക്ക് ജനിക്കുന്നുണ്ട്, ഇല്ലേ? അപ്പോൾ അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ ഈ സിറ്റുവേഷൻ, ഇപ്പോഴത്തെ നമ്മുടെ സിറ്റുവേഷൻ വെച്ചാൽ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വീട് ഇങ്ങനെയാണ് ഞങ്ങൾ നടത്തുക. ഞങ്ങൾക്ക് മിക്കപ്പോഴും ഞങ്ങൾ ഹോസ്പിറ്റലാണ്. വീട്ടിൽ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിലാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് നമ്മുടെ ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സത്യത്തിൽ ഭയങ്കരമായിട്ട് ഒരുമാതിരി ദേഷ്യമല്ല തോന്നുന്നത്, ഒരു വല്ലാത്ത ഫീലാണ് വരുന്നത്. അത് എങ്ങനെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് നമുക്ക് അറിയത്തില്ല. ഇത്തരം ചോദ്യങ്ങൾ മാക്സിമം ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക, നമ്മളെ സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ. ഞാൻ ഇന്നൊരു കമൻറ്റ് കണ്ടു, എനിക്ക് സത്യത്തിൽ ആ കമൻറ്റ് കണ്ടിട്ട് എന്തോ പോലെ ആയിപ്പോയി. ഞാനതിന് മറുപടിയും കൊടുത്തായിരുന്നു. ഒരു വല്ലാത്ത ഫീലായിപ്പോയി. എനിക്ക് സത്യത്തിൽ ഭയങ്കരമായിട്ട് ഫീലായി ആ ഒരു കമൻറ്റ് കണ്ടപ്പോഴത്തേക്ക്. എല്ലാ മാതാപിതാക്കൾക്കും ആഗ്രഹമുണ്ട് തങ്ങളുടെ കുഞ്ഞ് ആരോഗ്യത്തോടെ ഇരിക്കണം എന്നുള്ളത്. അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അവരുടെ അടുത്ത് വന്നിട്ട് ഇത്തരം ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക്
എന്തായിരിക്കും അവരുടെ മാനസികാവസ്ഥ, അതും ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന് നോർമലി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, മനസ്സിലാവും. നമ്മളത് ഇതായിട്ട് പറയല്ല, സാധാരണക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും. അതൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. എന്താടാ നീ എന്നെ ചെയ്യുന്നത്, ഊഹ് എൻ്റെ ദൈവമേ. അവള് ഞാൻ കടിച്ചു പറിക്കും. ഇന്നലെ എനിക്കിട്ട് അടിച്ചു പറ കിളിക്കാൻ വെട്ടി വെച്ച് എന്നെ അടിച്ച്. ഇന്നലെ കണ്ണിനിട്ടും തലക്കിട്ടും എല്ലാം കിട്ടി ഡോറയ്ക്ക്. ഇവിടെ ഓ എന്റെ കാതെ ഒരു കമ്മൽ കിടപ്പുണ്ട്. ആദ്യം അതായിരുന്നു ലക്ഷ്യം. ഇപ്പോഴും അതിലാ പിടിച്ചോണ്ടിരിക്കുന്നത്. മാറി. ഇനി എവിടെയാ? എന്റെ കണ്ണാണോ? എന്റെ അമ്മച്ചി അതിലിപ്പോ പോവണ്ട, ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുക. ഇപ്പം വെളുപ്പിനെയൊക്കെ ഡോറയ്ക്ക് രാവിലെയൊക്കെ ഭയങ്കര പെയിൻ ആയിരിക്കും. മിക്ക ദിവസം രാവിലെ ഭയങ്കര പെയിൻ ആയിരിക്കും. അപ്പോൾ ഞാനാണെങ്കിൽ ബാത്റൂമിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ എടുത്തോണ്ട് പോകുന്നത്. നേരത്തെ ചില ഗബ്രൂട്ടിനെ നമുക്ക് കട്ടിലേക്ക് കിടത്തിയിട്ട് കൊണ്ടുപോകാമായിരുന്നു. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് മോനിച്ചിട്ട് കൂടി ഇതായപ്പോഴത്തെ നമ്മൾ തലയണ വെച്ചിട്ട് താഴെ ഇരുത്തിയിട്ടൊക്കെ ആയിരുന്നു നമ്മൾ പോകുന്നത്. പായലിരുത്തിയിട്ടൊക്കെ ആയിരുന്നു ഡോറെ കൊണ്ടുപോയിട്ടിരുന്നത്. ഇപ്പോൾ 2 ദിവസം കൊണ്ട് കറക്റ്റ് ഡോറേനെ എടുത്തോണ്ട് പോകുന്ന ആ സമയമാകുമ്പോൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മൾ ആ പായി കൊണ്ടിരുത്തി കഴിഞ്ഞാൽ കരഞ്ഞ് അലറി നില വിളിച്ചുകൊണ്ട് പുറകെ നിരങ്ങി അങ്ങ് വരും. ഇപ്പൊ ഇഴയാറായോണ്ട് നല്ല രീതിയിൽ സ്പീഡിൽ വരും നമ്മുടെ പുറകെ. ഭയങ്കര ഡേഞ്ചർ, അഹങ്കാരിയായി അമ്മേനെ പോലെ. ഇന്ന് ഡോറ എന്താ കഴിക്കുന്നറിയാവോ? ഇന്ന് ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യലാണ്, ഒരു ചൈനീസ് ഡിഷാണ്, പൊട്ടറ്റോ നൂഡിൽസ്. അങ്ങനെ ഇന്ന് നൂഡിൽസിന് വേണ്ടി കട്ട് ചെയ്ത പൊട്ടറ്റോ എല്ലാം വെന്ത് ഉടഞ്ഞ് മിക്സായി പോയി. എന്താ നമ്മുടെ ഗബ്രൂട്ടൻ മകരെ കരച്ചിലായിട്ടോ. അപ്പൊ നമുക്കാണെങ്കിൽ അയ്യോ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഞങ്ങളുടെ കുക്കിംഗ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളോട് എല്ലാരോടും സ്നേഹത്തോടെ ഐക്യത്തോടെ പിന്നെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം. നമ്മുടെ കുഞ്ഞിന് വേണ്ടി എല്ലാവരും ഒന്ന് പ്രെയർ ചെയ്യാൻ വേണേ. അപ്പോൾ എല്ലാവരോടും അയ്യോ എന്തുവാടാ അബ്ബായിക്ക് പറയാൻ കിട്ടുന്നതെല്ലാം പോകുന്നു. അപ്പോൾ കൂട്ടുകാർ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.